ബീഫ് തലച്ചോറ് ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസ ഹസൻ വ്ലോഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ബീഫ് തലച്ചോറ് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. അതിനായിട്ടൊരു പോത്തിൻ്റെ തലച്ചോറ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ കാണുന്ന പാട പൊട്ടിച്ചിട്ട് അതിലത്തെ രക്തമൊക്കെ വാർത്ത് കളയണം. എന്നിട്ട് വേണം അത് വൃത്തിയാക്കി എടുക്കാൻ. അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂണാണ് എടുക്കുന്നത്. ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ ചുവന്ന ഉള്ളി 1 പിടി എടുത്തിട്ടുണ്ട്. അത് ചതച്ചത് കൂടെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഈ തലച്ചോറ് പൊട്ടിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കണം. അങ്ങനെ എല്ലാ ഭാഗവും നന്നായി കലക്കിയെടുത്തതിന് ശേഷം വേണം ഇത് നമ്മൾ പാകം ചെയ്തെടുക്കാൻ. കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലാണ് നമ്മൾ കുരുമുളകും അതേപോലെ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാം ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും. ഇത് ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച ബീഫ് തലച്ചോറ് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം സ്പീഡിൽ നമ്മൾ തീ കത്തിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളിതൊരു 10-20 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലാണ് ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും യോജിപ്പിച്ചെടുക്കുക. ഇതിൽ വെള്ളം വറ്റുന്ന വരെ നമ്മളിനി കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം. അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇതൊരു ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്കിത് സ്റ്റവിൽ നിന്ന് ഇറക്കി കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്താൽ തന്നെ ഇതിലെ വെള്ളമൊക്കെ വറ്റി നമുക്ക് ഉറപ്പ് വന്നാൽ നമുക്കിത് സ്റ്റവിൽ നിന്ന് ഇറക്കാം. അങ്ങനെ ഇതിലേക്ക് 1 ടീസ്പൂണ് കറുവപ്പട്ടയും ഏലക്കായും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവും ഉപ്പും അതേപോലെയൊക്കെ നമ്മളെ ഇഷ്ടപ്രകാരം ചേർക്കാവുന്നതാണ്. ഗരം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇത് റെഡി കിട്ടും. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ബീഫ് തലച്ചോറാണെങ്കിലും ആടിൻ്റെ തലച്ചോറാണെങ്കിലും ഫ്രൈ ചെയ്യാറ്. പിന്നെ മുളക് പൊടിയൊന്നും നമ്മൾ ഇതിന് ഉപയോഗിക്കാറില്ല. കുരുമുളക് പൊടി തന്നെയാണ് ഉപയോഗിക്കാറ്. ഒരുവിധ ആൾക്കും അറിയുണ്ടാവും. അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് തലച്ചോറ് റെഡിയായി കിട്ടി. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.